വെഡിങ് ഡേ ആണ്. അപ്പോൾ ബാക്കിയുള്ളൊരു താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ടെറസിൻ്റെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ മുകളിൽ നിൽക്കുകയാണ്. തലേ ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് വെഡിങ് ഡേ ആണ്. അപ്പം ഇവർക്ക് തലേ ദിവസം റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്. അതായത് തലേ ദിവസം കുറച്ച് ചടങ്ങുകളുണ്ട്. നമ്മുടെ ചെക്കനും പെണ്ണും ഒക്കെ ഇരുന്ന് അവിടെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് നീണ്ടു പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോന്നു. ഇന്ന് രാവിലെ 7:30 to 8 മണി ഇടയ്ക്കാണ് മുഹൂർത്തം ഉള്ളത്. ഇപ്പോൾ തന്നെ 8 മണിയായി. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. രാവിലെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വെഡ്ഡിങ് ഹാളിലെ ഫുഡ് നമുക്ക് മിസ്സായി. പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ അത് മിസ്സായെങ്കിലും അതിലും ഗംഭീരമായിട്ടുള്ള വേറൊന്നും നമുക്ക് കിട്ടിയെന്ന് വേണം പറയാൻ. ദാവങ്കരയിലെ വേൾഡ് ഫേമസ് ദാവങ്കര വെണ്ണ ദോശ അത് കഴിക്കാനായിട്ട് നമുക്ക് രാവിലെ ഒരു അവസരം കിട്ടി. നമുക്കിത് വെണ്ണ ദോശ, അവിടെ ഇത് വെണ്ണ ദോശയി എന്ന് പറയും. വെണ്ണ ദോശയി. സാധാരണ ഇത്തരത്തിലുള്ള കട്ടിയുള്ള ദോശകളൊന്നും തീരെ താല്പര്യമില്ലാത്ത അമ്മുവിന് പക്ഷെ വെണ്ണ ദോശ നല്ല രീതിയിൽ ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം കട്ടിയുള്ള ദോശകൾ കുഴപ്പമില്ല എന്നുള്ളൊരു മൂഡായി ആൾക്ക്. ഒരിക്കലും മിസ് ചെയ്യരുത്, അത്രയും ടേസ്റ്റാ, അടിപൊളി. ദോശക്കല്ലിലേക്ക് ഒരേ അളവിൽ മാവൊഴിച്ച് ഒരേ വലിപ്പത്തിലുള്ള കുറേയധികം ദോശകൾ, അതിലേക്ക് വെണ്ണയും മസാലയും പിന്നെ ഒരു ചമ്മന്തിയും, ഇത് മൂന്നുമാണ് അവിടുത്തെ കോമ്പിനേഷൻ. ഒന്നും പറയാനില്ല, അടിപൊളി ദോശയാണ്. നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എനിക്കൊന്ന് ബാംഗ്ലൂർ ഭാഗത്തൊക്കെ ഈ ദാവൺകര വെണ്ണ ദോശ ഫേമസ് ആണ്. പക്ഷേ ഈ ഒറിജിനൽ ദാവൺകര വെണ്ണ ദോശ അത് ഇവിടെ തന്നെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ലക്ക് എന്ന് പറയുന്നത്. ദാവൺകരയിലെ മെയിൻ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെയാണ് മറ്റേ ഗുരു പട്ടൂരീശ്വര വെണ്ണ ദോശ ലൊക്കേഷൻ ആവുന്നത്. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തുമ്പോഴേക്ക് ഏതാണ്ട് കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സെഷൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം പിന്നെ നമ്മളവിടെ പോയിരുന്നു, ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഫുഡിനുള്ള സമയമായി. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ചടങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു വരും. സദ്യ കഴിച്ച് നല്ല ക്ഷീണത്തിൽ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് സദ്യ പറയും? കൊള്ളാം, അടിപൊളിയാണ്. പല വെറൈറ്റി സാധനങ്ങൾ കാണാൻ പറ്റി. കല്യാണത്തിന് പോയി വന്ന് എൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ അടുത്തുള്ളൊരു സ്ട്രീറ്റിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം. കുറച്ച് നേരം നടന്നപ്പോൾ അത്യാവശ്യം വലിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. പോക്കറ്റ് റോഡ് കഴിഞ്ഞ് വണ്ടികളൊക്കെ അത്യാവശ്യം പോകുന്ന ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം കയറിയത് ഈ ചേട്ടൻ്റെ കടയിലാണ്. ഇത് അമ്മയുടെ ഫ്രണ്ടായിരുന്നു. ഈ ചേട്ടന് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല. ഒരു പ്ലേറ്റിൽ 6 or 7 പാനിപ്പൂരി ഉണ്ട്. അതിനാണ് 20 രൂപ. അതും നമുക്ക് പല ഫ്ലേവേഴ്സിലുള്ള പാനി എടുക്കാം. ആ ചേട്ടൻ കട തുടങ്ങിയ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു. ഇവിടെ കിട്ടുന്ന പോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പൂരി വെച്ചിട്ടല്ല അവർ പാനിപ്പൂരി ഉണ്ടാക്കുന്നത്. അവർ തന്നെ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന പാനി പൂരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ നാട്ടിൽ ചെന്നിട്ട് നല്ല ഒത്തന്റിക് ആയിട്ടുള്ള പാനിപ്പൂരി തന്നെ കഴിക്കാൻ പറ്റി. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കിടന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കണ്ടു, ജാമുൻ. ഈ നിപ്പ വന്ന ശേഷം എല്ലാവർക്കും ഈ സാധനം വാങ്ങാൻ കുറച്ചൊക്കെ പേടിയാ. അല്ല, ഈ സാധനങ്ങൾ മാത്രമല്ല, മഴക്കാലമായി കഴിഞ്ഞാൽ ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാൻ എല്ലാവർക്കും പേടിയാ. ഈ നിപ്പ വന്നാലൊന്ന് പേടിച്ചിട്ട് ശരിക്കും എനിക്കും ആ പേടി ഉണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു കൊതിയാ.
അങ്ങനെ അവിടുന്ന് അത് വാങ്ങി കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ദേ നമ്മളെ നാട്ടിലെ സാധനം അവിടെ ഓരോ ചൊള്ളയായിട്ടാണ് വിൽക്കുന്നത്. ഒരെണ്ണത്തിന് 10 രൂപ എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ 10 രൂപ ഒരു ചുളയ്ക്ക് കുറച്ച് കൂടുതലെല്ലാം തോന്നിയെങ്കിലും പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ചക്ക എവിടെ ആർക്കും അങ്ങനെ കിട്ടില്ല. അതറിഞ്ഞപ്പോൾ ശരിയല്ലേ, നമ്മുടെ നാട്ടിലല്ലെങ്കിലും ഉണ്ടാക്കാത്ത സാധനങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ നല്ല റേറ്റ് കൂടുതൽ തന്നെയാണല്ലോ അല്ലേ. ആ ചക്കച്ചുള വെക്കുന്ന ചേട്ടന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു തട്ടുകട കണ്ടു. ഗോബി മഞ്ചൂരിയനോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. അങ്ങനെ 2 ഐറ്റംസ് ഓർഡർ ചെയ്തു, ഗോബി നൂഡിൽസും ഗോബി മഞ്ചൂരിയനും. 2 ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഷോപ്പൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഐറ്റംസ് എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. ആ റോഡിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ വലിയൊരു അമ്പലം കണ്ടു. ആ അമ്പലത്തിലാണ് അത്ര ഏറ്റവും വലിയ ഉത്സവം അവിടെ നടക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം നോക്കി നിന്നു. അങ്ങനെ നോക്കിയെന്ന് അവിടുന്ന് തിരിഞ്ഞപ്പോഴാണ് സ്വീറ്റ്സിന്റെ ഷോപ്പ് കണ്ടത്. അപ്പോഴാണ് പിറ്റേന്ന് നാട്ടിൽ പോകാനുള്ളതാ, വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ. അങ്ങനെ അവിടെ കയറി അവിടുത്തെ ചില്ലൻകോട്ടിലേക്ക് നോക്കിയപ്പോഴല്ലേ എന്തോ ഒരു ഐറ്റംസാ. ഇതിലിപ്പോൾ ഏത് വാങ്ങുന്ന വരെ കൺഫ്യൂഷനായി. റേറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം. അങ്ങനെ എല്ലാത്തിനും ഓരോന്ന് പോരട്ടെ എന്നുള്ളൊരു രീതിയിലായി നമ്മളെ മൈൻഡ്. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് കേടാവാത്ത കുറച്ച് ഐറ്റംസ് എടുത്ത് ഓരോ പെട്ടിയിലാക്കി. അങ്ങനെ 2 പെട്ടി വാങ്ങി. ड्राई फ्रूट बर्फी और सब पेड़ भी ड्राई फ्रूट बर्फी है, बेसन लाडू, करदंट, ड्राई फ्रूट हलवा, स्पेशल मिल्क केक, मैसूर पाक, 2 बर्फी, काजू पेटी. 6 മണിക്ക് ശേഷം നമ്മൾ വെല്ല കറക്കൊക്കെ നിർത്തി ഇനി വീട്ടിൽ കയറാ എന്നുള്ളൊരു പ്ലാനിലായി. വീടിന്റെ അടുത്ത് തന്നെ ഒരു ചേട്ടനും ചേച്ചിയും നടത്തുന്ന ഒരു കട കണ്ടു. ഈ പ്ലേറ്റിൽ കാണുന്ന പരിപ്പട ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടൂല. ആ ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങള്. ഇനി തിരിച്ചെപ്പോഴാ ദാവൺഗിരിക്ക് വരാന്ന് പോലും ഒരു ഐഡിയ ഇല്ലാണ്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അന്ന് രാത്രി അമ്മാവൻ്റെ അമ്മാൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.